ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ മന്ദാരം ഫാമിലിയോട്ട് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഒരു കോളിഫ്ലവറും കൈപ്പിടിച്ച് ഞാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കോളിഫ്ലവർ വെച്ച് ഒരു അടിപൊളി ഐറ്റം കണ്ടാലോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാനും പറ്റൂട്ടത്. കോളിഫ്ലവർ ആദ്യം തന്നെ ഞാൻ അടർത്തി അല്ലികളൊക്കെ ആയിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ കാരണം ഇങ്ങനത്തെ സാധനത്തിലൊക്കെ പുഴുക്കേടുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായും തിളപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളം വെച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. തിളച്ചതിന് ശേഷം അതൊന്ന് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു മുഴുവൻ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സവോള അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് വേഗം വാഴാനായിട്ട് ഞാൻ വഴറ്റിയെടുക്കേണ്ടത്. നമുക്ക് വേഗം സ്കൂളിലൊക്കെ മക്കൾക്ക് കൊടുത്തു വിടേണ്ടതല്ലേ. അപ്പോൾ വേഗം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇളക്കി നമ്മുടെ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മസാലയാണ് കേട്ടോ. മസാലയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. നല്ല വഴട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ വെള്ളം ഊറ്റാൻ വെച്ച കോളിഫ്ലവറും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നന്നായി ഒന്ന് ഇളക്കി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളേരം കൊത്തിയിട്ടാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നാളേരം കൊത്തി വെച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കുക. നാളേരം കൊത്തിയിൽ മസാലയും ഇതൊക്കെ ഒന്ന് എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സെറ്റായിട്ടുണ്ട് കോളിഫ്ലവർ കറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.